ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വളരെ മനോഹരമായിട്ടുള്ളൊരു കുറ്റിച്ചെടിയാണ്. ഇതിൻ്റെ പേര് പനാമ റോസ് എന്നാണ്. ഈ പനാമ റോസ് വിഭാഗത്തിൽ രണ്ട് തരത്തിലുള്ള ചെടികളുണ്ട്. ഒന്ന് പനാമ റോസ് നിറത്തിലുള്ളതും പനാമ റോസ് ഓറഞ്ച് നിറത്തിലുള്ളതും. ഇതിൽ രണ്ടാമത്തെ വിഭാഗമാണ് കാണിക്കുന്നത്. നല്ല ഓറഞ്ച് നിറത്തിലുള്ള ചെറിയ പൂക്കളാണ്. ചെറിയ ചെറിയ കുലകളായിട്ടാണ്, 3-4 പൂക്കൾ വീതമുള്ള ചെറിയ കുലകളായിട്ടാണ് ഉണ്ടാകുന്നത്. ഈ ഓറഞ്ച് കളറിൻ്റെ നടുക്കായിട്ട് ഒരു മഞ്ഞ ഭാഗത്തിലുള്ള ഒരു റിങ്ങുണ്ട്. അതാണ് ഏറ്റവും ഈ ചെടിയെ ആകർഷകമാക്കുന്നത്. കുഞ്ഞു പൂക്കളാണെങ്കിലും ഈ നല്ല രണ്ട് കോമ്പിനേഷനായിട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഇലകൾക്ക് ചെറിയ ഇലകളാണ്, പക്ഷേ നല്ല കട്ടിയാണ്. നല്ല കട്ടിയും പരിപരുപ്പവുമുള്ള ഇലകളാണ് ഇതിനുണ്ടാകുന്നത്. ഇത് പെട്ടെന്നൊന്നും ഒടിയുന്ന ടൈപ്പ്, മടക്കിയാലൊന്നും അങ്ങനെ ഇങ്ങനെ ഒടിയുന്ന ടൈപ്പ് ഇലകളല്ല. വർഷത്തിൽ 365 ദിവസവും നമുക്ക് പൂക്കൾ തരും. പിന്നെ എല്ലാ ഫ്ലോറിംഗ് പ്ലാന്റ്സിനെ പോലെ തന്നെ നല്ല അത്യാവശ്യം 4-5 മണിക്കൂറൊക്കെ വെയിൽ കിട്ടത്തക്ക വിധത്തിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നിറച്ചിങ്ങനെ പൂക്കളിങ്ങനെ ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല തേനൊക്കെ ഉള്ള ചെടിയാണ്. അതുകൊണ്ട് എപ്പോഴും ബട്ടർഫ്ലൈസും വണ്ടുകളും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം പച്ചക്കറിയൊക്കെ നടുന്ന സ്ഥലത്തൊക്കെ ഇതുപോലത്തെ ഒരു ചെടിയും കൂടെ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പരാഗണമൊക്കെ നടന്ന് കായ്ഫലമൊക്കെ കൂടാനായിട്ടൊക്കെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് എളുപ്പമാണ്. അധികം മൂപ്പെത്താത്ത തണ്ടുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത്ര അങ്ങ് എളുപ്പമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 10 കമ്പൊക്കെ നട്ട് കഴിഞ്ഞാൽ 1-2 എണ്ണമൊക്കെയാണ് പിടിച്ച് കിട്ടുന്നത്. അത്യാവശ്യം നല്ല എന്താ പറയുക, കടുപ്പമുള്ള തണ്ടുകളാണ് ഇതിനുള്ളത്. ഇപ്പം എല്ലാ നഴ്സറികളിലൊന്നും ഇത് അങ്ങ് അവൈലബിൾ അല്ല. ഞാനിത് ഒരുപാട് അന്വേഷിച്ചിട്ടാണ് എനിക്കിങ്ങനൊരു ചെടി കിട്ടിയത്. എന്തായാലും ചെടി ഇപ്പം അത്യാവശ്യം ഒരു 6 അടി പൊക്കത്തിലൊക്കെ ഉയരത്തിലായിട്ടുണ്ട്. എപ്പോഴും പൂക്കൾ തന്നെ തരും. നമ്മൾ ഈ പൂക്കളെല്ലാം ആകുന്നതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് വിടുകയാണെങ്കിൽ പുതിയ ചെടികളൊക്കെ പുതിയ ബ്രാഞ്ചസൊക്കെ ഉണ്ടായിട്ട് നിറച്ച് പൂക്കൾ ഇങ്ങനെ ഉണ്ടാവും. ഇതൊരു വിദേശ ഇനം ചെടിയാണ്. ഇതിൻ്റെ പേര് ഒക്കെ തന്നെ പ്രത്യേകതയാണ്. റോണ്ടലേഷ്യ ഒഡറോറ്റ എന്നാണ് ഇതിൻ്റെ പേര്. പേരൊക്കെ നമുക്ക് വായിക്കൊള്ളാത്തതാണെങ്കിലും പൂക്കൾ കാണാൻ എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ തന്നെയാണിത്. ഇതിൻ്റെ വേറെ ഇനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതും ഇതുപോലെ തന്നെ ഇതിനേക്കാട്ടിലും കുറച്ചുകൂടെ നല്ല ബുഷായിട്ട് വളരുന്നതും കുറച്ചുകൂടെ ഒരു എന്താ പറയുന്ന ഒരു ചെറിയ മരമായിട്ടൊക്കെ വളരുന്നതാണ്. തണ്ടിന് അത്രയ്ക്ക് അങ്ങ് കനമായിട്ട് വരുന്നതല്ല ഈ ചെടി. പിന്നെ ആ പൂവിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു റിങ് പോലെ ഇല്ല, ഒറ്റ കളറ് മാത്രമാണ്. ഈ ചെടിക്ക് ഇങ്ങനെ ഈ രണ്ട് ഷെയ്ഡും വരുന്നത്, നടുക്കിങ്ങനെ റിങ്ങും കൂടെ വരുന്നത് തന്നെയാണ് ഈ പൂക്കളുടെ ഏറ്റവും നല്ല ഒരു ഭംഗി എന്ന് പറയുന്നത്. പൊതുവെ അങ്ങനെ കീടരോഗബാധയൊന്നും ഇല്ലാത്ത ചെടികൾ തന്നെയാണിത്. ഇതൊക്കെയാണ് ഈ ചെടിയുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.